ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു CID പോലെ നിങ്ങളെ പിന്നാലെ വന്ന് നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പത്മാവതി മാഡത്തിന്റെ വീട്ടില് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തെളിവ് സഹിതം ഹാജരാക്കാൻ എനിക്കുള്ള ഓർഡർ നോക്ക്. ഇതെന്താടോ ഇത്? ഇതിലൊന്നും കാണുന്നില്ലല്ലോ. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. എന്റെ മൊബൈലിന്റെ ചാർജ് തീരുന്നത് വരെ ഞാൻ കുത്തിയിരുന്ന് പകർത്തിയ വീഡിയോ ആയത്. വെളുക്കോളം ഞാൻ കൊതുകടിയും കൊണ്ട് കുത്തിയിരുന്നു. ആ വീട്ടില് ഒരു പൂച്ചക്കാളിയില്ല. ആരെയും കണ്ടില്ലെന്ന് മാത്രമല്ല, ആരുടെ ശബ്ദവും കേട്ടില്ല. എനിക്ക് തോന്നുന്നത് അവിടെ ആള് താമസം പോലും ഇല്ലെന്നാ. താൻ എന്നെ പറ്റിക്കുവാണോടോ? അമ്മേ, ഇതിലെന്തോ തരികടുണ്ടമ്മേ. എന്താ മേഡം ഈ പറയുന്നത്? ഞാൻ മേഡത്തിനെ പറ്റിക്കോ? ഞാൻ മേഡത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് അല്ലേ? അല്ല, താനേ ആ രാജുവിന്റെ അളിയനല്ലേ? ഇനി അളിയനും കൂടി ഒത്തുകളിക്കാണോ? മേഡം എന്നെ അവിശ്വസിക്കുകയാണല്ലേ? എനിക്കൊന്നും സഹിക്കാൻ പറ്റില്ല മേഡം. ഞാൻ എന്റെ ആത്മാർത്ഥത്തിൽ മണ്ണെണ്ണ കലക്കിയിട്ടില്ല മേഡം. ഈ ചതി എന്ന് പറയുന്നത് എന്റെ ജീവിത നിഘണ്ടുവിലെയില്ല. എനിക്കങ്ങോട്ടേ 100% വിശ്വാസം വരുന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, മേഡത്തിന് വിശ്വാസം വരാൻ വേണ്ടിയല്ലേ അടുത്തൊരു പണി എന്നെ ഏൽപ്പിക്കുമ്പോ എന്റെ പിന്നാലെ ഞാൻ മേഡത്തിനെ ചതിക്കുമെന്ന് അറിയാൻ വേണ്ടി ഒരു ചാരനെ കൂടെ വിട്. വളരെ രഹസ്യമായിട്ട്. ഞാൻ മേഡത്തിനോട് വിശ്വാസവഞ്ചന കാണിക്കുന്നു എന്ന് മേഡത്തിന് ബോധ്യപ്പെട്ട മേഡം തരുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഞാനെന്ന് മേഡത്തിന് ബോധ്യപ്പെട്ടാൽ മരിക്കുന്നത് വരെ മേഡം എന്നെ ദുഃഖിക്കുന്നു. എന്നിട്ട് ആ വിധി എഴുതിയ പേനയുടെ നിബ് മേഡം കുത്തി ഒടിച്ചോ? അതെന്തിനാ പേനയുടെ നിബ് കുത്തി ഒടിക്കുന്നേ? അതങ്ങനെ തൂക്കിക്കൊല്ലാൻ വധിച്ചു കഴിഞ്ഞാൽ പേനയുടെ നിബ് കുത്തി ഒടിക്കും. ഞാൻ സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. താനേ സെന്റിമെന്റൽ പ്ലേ ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. തന്നെ എനിക്ക് വിശ്വാസാ. താങ്ക് യു മാഡം. എന്റെ അടുത്താവളാ കാലി. ഇന്നലത്തെ പോലൊരു ദിവസം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ കഥകളൊന്നും അറിയില്ലായിരുന്നല്ലോ അമ്മ. എന്റെ മോളോടുള്ള വാത്സല്യം മുഴുവൻ ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുമായിരുന്നില്ലേ. ഇനിയുള്ള കാലം വല്ലപ്പോഴും ആണെങ്കിലും എനിക്കെന്റെ മോളെ കാണാമല്ലോ. എന്തായാലും എന്റെ അമ്മ ഒരു തെറ്റുകാരിയല്ലെന്ന് എനിക്കെന്റെ അച്ഛനെ ബോധ്യപ്പെടുത്തണം. പ്രതാപേട്ടൻ അതൊന്നും ബോധ്യപ്പെടില്ല മോളെ. നീ വെറുതെ അച്ഛന്റെ ശത്രുത ചോദിച്ചു വാങ്ങണ്ട. അമ്മയുടെ കാര്യം പറഞ്ഞ് അച്ഛനുമായിട്ട് മുഷിയരുത്. പ്രതാപേട്ടൻ നിന്റെ അച്ഛനാ. നിന്നെ വളർത്തിയ വലിയ മനുഷ്യൻ. ഒരു നോട്ടം കൊണ്ടുപോലും നീ അദ്ദേഹത്തെ വേദനിപ്പിക്കരുത്. ഹലോ, അത് ശരി. ഒരു രാത്രി മുഴുവൻ ഒരു പോള കണ്ണടയ്ക്കാതെ വെളുക്കും വരെ പറഞ്ഞിട്ടും അമ്മയുടെ മോളുടെ വിഷമം തീർന്നില്ലേ? അമ്മയും മകളും തമ്മില് ഒരു യുഗം മുഴുവൻ സംസാരിച്ചാലും സ്നേഹം തീരുവോ രാജു? അതില്ലമ്മേ. ഋതു, നമുക്ക് വീട്ടിൽ പോണ്ടേ? എനിക്ക് ജോലിക്ക് പോകാൻ സമയേ. ഇന്ന് പോണോ രാജു? എന്താ ഋതു ഇത്? അമ്മയെ കാണാൻ ഇനിയും വരാലോ. അമ്മ അമേരിക്കയിലൊന്നും അല്ലല്ലോ താമസിക്കുന്നത്, ഇവിടെ അല്ലേ? അതല്ല രാജു, എനിക്ക് എന്റെ അമ്മയെ പെട്ടെന്ന് പിരിയാൻ വയ്യ. എനിക്കിപ്പോ എന്റെ അമ്മയെ തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലല്ലേ ഞാൻ. അതല്ല ഋതികേ, നമുക്ക് പോയേ പറ്റൂ.
രാജുന് എന്താ ഇത്ര വാശി? പോയിട്ട് അത്ര അത്യാവശ്യമൊന്നും ഇല്ലല്ലോ. അത് ചില പ്രശ്നങ്ങളുണ്ട്. ഇന്നലെ രാത്രിയില് ഇവിടെ ഒരു കാര്യമുണ്ടായി. എന്താ സംഭവിച്ചേ? ഞാൻ പറയാം. ആരാത്? അയ്യോ, നിക്കവിടെ. ഓടിയ ഞാൻ കത്തിയെറിയും. അയ്യോ, അയ്യോ, എറിയല്ലേ. അയ്യോ, കത്തിയറിഞ്ഞു കൊല്ലല്ലേ. പിന്നെ ആരാ ഈ രാത്രിയിൽ ഈ വീടിന്റെ മുറ്റത്ത്? ഞാനാളിയാ. ആരുമില്ല. അളിയനെന്താ ഈ രാത്രിയിൽ ഇവിടെ വന്ന് എന്റെ വീഡിയോ എടുക്കുന്നത്? കാര്യം പറയാളിയാ. പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാവേ. പറയാളിയാ, സത്യം പറയുന്നതിന് ഞാനെന്തിനാ അളിയന്റെ മുമ്പ് പഠിക്കണം? എങ്കിൽ പറയ്. ഓ, ഞാൻ അളിയന്റെയും ഋതുമോളുടെയും ശത്രുവായ അംബികയുടെ PA ആണെന്നുള്ള കാര്യം അളിയൻ അറിയാലോ. എനിക്കറിയാം. ഞാനാണല്ലോ മുൻകൈ എടുത്ത് അളിയന് ജോലി വാങ്ങിച്ചു തന്ന. ജോലി വാങ്ങിച്ചെന്ന അളിയൻ തന്നെയാ, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ജോലിയുടെ ഭാഗമായിട്ട് എനിക്ക് അളിയനിട്ടൊരു വേല വെക്കേണ്ടി വന്നു. വേലയോ? അളിയ, ഡ്യൂട്ടി ഈസ് ഫസ്റ്റ് എന്നല്ലേ ആപ്തവാക്യം? ആപ്തവാക്യം അങ്ങനെയൊന്നും അല്ല. എന്നാ ഞാൻ അതിന്റെ ആപ്തവാക്യമാക്കി മാറ്റി. കാര്യം തുറന്നു പറയാളിയ. എന്തിനാ ഈ രാത്രിയിൽ എന്നെ ഫോളോ ചെയ്തേ? അത് എന്റെ ബോസ് ശ്രീമതി അംബിക വർമ്മ പറഞ്ഞിട്ട്. അളിയ, ഒരു CID പോലെ നിങ്ങളെ പിന്നാലെ വന്ന് നിങ്ങളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കാനും പത്മാവതി മാഡത്തിന്റെ വീട്ടില് നിങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി തെളിവ് സഹിതം ഹാജരാക്കാൻ എനിക്കുള്ള ഓർഡർ. എനിക്ക് എന്റെ ജോലി ചെയ്തേ പറ്റൂ. കൃത്യനിർവഹണത്തില് ഞാൻ ഒരു കറപ്ഷനും കാണിക്കില്ല. അളിയൻ ഇവിടെ ഉണ്ടോന്ന് തെളിയിക്കാനാ ഈ വീഡിയോ. ഈ വീഡിയോ ഞാൻ അംബിക വർമ്മയെ കാണിക്കും. അളിയോ, ഈ വീഡിയോ അവരെ കാണിക്കരുത് അളിയ. എന്ന് വെച്ചാ കൃത്യനിർവഹണത്തിനിടയ്ക്ക് ഞാൻ അഴിമതി കാണിക്കണമെന്നോ? ഞാനൊരു ചതിയനും വഞ്ചകനും ആദർശാധീരനല്ലാത്ത അലവലാതെയെ മറണമെന്നാണോ? അതില് ഭേദം ഞാൻ ആത്മഹത്യ ചെയ്യുന്ന അളിയാ നല്ലത്. എന്റെ പൊന്നളിയ, ഈ വീഡിയോ അളിയൻ അവരെ കാണിക്കരുത്. അത് വർമ്മ സാറിനെ കാണിക്കും. പിന്നെ വർമ്മ സാർ എന്നോടും ഋതികയോടും പിണങ്ങും. എനിക്ക് ശമ്പളം തരുന്നത് ഒരു പിശാചാണെങ്കിലും അംബിക വർമ്മയാണ് അളിയ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ അംബിക എന്ന രക്ഷയെ കാണിക്കും. ഐ എം സോറി അളിയ.